വികസിപ്പിച്ച ഇന്ത്യയും അമേരിക്കയും. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്ത്. വീണ്ടും ഒരു സീഹോക്ക് ഹെലികോപ്റ്റർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് മറ്റൊരു MH-60R സീഹോക്ക് നാവിക ഹെലികോപ്റ്റർ കൈമാറിയതിനെ ഇന്ത്യയിലെ US എംബസി വെള്ളിയാഴ്ച എടുത്തു കാണിച്ചു. ഇന്ത്യ US പ്രതിരോധ പങ്കാളിത്തത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ ഈ ഉൾപ്പെടുത്തൽ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പറഞ്ഞു. ലോക്ഹീഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു MH-60R സീഹോക്ക് നാവിക ഹെലികോപ്റ്റർ ഇന്ത്യയിലെത്തിയതായും കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് വിമാനം കൈമാറിയതായും ഇന്ത്യയിലെ US എംബസി എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. മറ്റൊരു MH-60R സീഹോക്ക് നാവിക ഹെലികോപ്റ്റർ ഇന്ത്യൻ തീരത്തിറങ്ങി. ലോക്ഹീഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഹെലികോപ്റ്റർ കഴിഞ്ഞയാഴ്ച കൊച്ചിയിലെ ഇന്ത്യൻ നേവിക്ക് കൈമാറി. ഈ ആഴ്ച 2 എണ്ണം കൂടി എത്തി. US ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാകുന്ന കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും പോസ്റ്റിൽ പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ MH-60R സീഹോക്ക് ഹെലികോപ്റ്റർ കപ്പലിനായുള്ള ഒരു സുസ്ഥിര പാക്കേജിൽ ന്യൂഡൽഹി ഒപ്പുവെച്ചതിനു ശേഷം 2025 ഡിസംബറിൽ ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പ് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന 24 MH-60R ഹെലികോപ്റ്ററുകളെ പിന്തുണയ്ക്കുന്നതിനായി ഏകദേശം 7,995 കോടി രൂപയുടെ കരാറിന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരുന്നു. ദീർഘകാല പ്രവർത്തന സന്നദ്ധത മെച്ചപ്പെടുത്തുക, US സേനയുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുക, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നിവയാണ് കരാർ ലക്ഷ്യമിടുന്നത്. 2020 വിദേശ സൈനിക വിൽപ്പന കരാർ പ്രകാരമാണ് ഇന്ത്യ ഹെലികോപ്റ്ററുകൾ വാങ്ങിയത്. ഇന്ത്യയുടെ പ്രതിരോധ നവീകരണ യാത്രയിലെ ഒരു നിർണായക നിമിഷമായി അടയാളപ്പെടുത്തിക്കൊണ്ട് 2024 മാർച്ചിൽ കേരളത്തിലെ കൊച്ചിയിലെ INS ഗരുഡയിൽ നിന്നും നാവികസേന MH-60R സീഹോക്ക് മൾട്ടി റോൾ ഹെലികോപ്റ്റർ കമ്മീഷൻ ചെയ്തു. 2025 ഡിസംബറിൽ ഹെലികോപ്റ്റർ പ്രവർത്തിപ്പിക്കുന്നതിനായി 2ാമത്തെ സ്ക്വാഡ്രൺ കമ്മീഷൻ ചെയ്തതിനു ശേഷം മുൻ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിൽ MH-60R ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും അവ ചെയ്യേണ്ടത് ചെയ്തു എന്നുമാണ്. ആ സമയത്ത് അദ്ദേഹം MH-60R ഹെലികോപ്റ്ററുകളെ പ്രശംസിക്കുകയും 24 അധിക ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള US-ഉമായുള്ള കരാറിൽ ആവേശം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് വളരെ ശക്തമായ പ്ലാറ്റ്ഫോമാണ്, നന്നായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 24 MH-60Rന്റെ ഇൻഡക്ഷനുള്ള കരാർ ഒപ്പിട്ടതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ്. MH-60R സീഹോക്ക് അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, ഉപരിതല വിരുദ്ധ ദൗത്യങ്ങൾ, തിരച്ചിൽ, രക്ഷാപ്രവർത്തന, നിരീക്ഷണം, കപ്പൽ അധിഷ്ഠിത പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് കഴിവുള്ള ഒരു ബഹുമുഖ സമുദ്ര ഹെലികോപ്റ്ററാണ്. ദീർഘദൂര സെൻസറുകളും അനുയോജ്യമായ ആയുധങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന MH-60R അന്തർവാഹിനികളെ കണ്ടെത്താനും കടൽപാതകളെ സംരക്ഷിക്കാനും കാരിയർ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാനും സമുദ്ര ഭീഷണികളോട് പ്രവർത്തിക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. 2021 ഇത് ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഡെലിവറികൾ ആരംഭിച്ചു. ആദ്യത്തെ സ്ക്വാഡ്രൺ INAS 334 കൊച്ചിയിലെ INS ഗരുഡയിൽ കമ്മീഷൻ ചെയ്തു. ഉപരിതല ദൗത്യങ്ങൾക്കായി ഹെലികോപ്റ്റർ HEM-114 ഹെൽഫയർ മിസൈലുകൾ, ഭാരം കുറഞ്ഞ ടോർപിഡോകൾ, മെഷീൻ കണ്ണുകൾ എന്നിവ വഹിക്കാൻ കഴിയും. ശത്രുതാപരമായ ഉപരിതല ലക്ഷ്യങ്ങളെ തിരിച്ചറിയുന്നതിനും ആക്രമിക്കുന്നതിനും നൂതന റഡാർ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട്. ഡിപ്പിംഗ് സോണാർ, സോണോ ബോയ്സ്, മൾട്ടിമോഡ് റഡാർ, MK-54 ടോർപിഡോ എന്നിവ ഇതിന്റെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു. റോമിയോ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന MH-60 സീഹോക്ക് US നാവികസേനയും ലോകമെമ്പാടുമുള്ള പങ്കാളി രാജ്യങ്ങളും ഉപയോഗിക്കുന്നു. നിരീക്ഷണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, മെഡിക്കൽ ഒഴിപ്പിക്കൽ, യുദ്ധക്കപ്പൽ അധിഷ്ഠിത ദൗത്യങ്ങൾ എന്നിവയ്ക്കുള്ള വൈവിധ്യമാർന്ന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.